ദൈവത്തിൻ്റെ സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവവചനവുമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം ആണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. നാവിനെ സൂക്ഷിക്കുക എന്ന് ആയിരുന്നു അതിലെ പ്രധാന വിഷയം. നാവിനെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ആദ്യം തുടങ്ങിയ 3-ന്റെ 1 തുടങ്ങിയത് അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അപ്പം ഈ ഉപദേശം പറയുന്ന ആള് ആ വാക്കുകൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ അത് അധികം ശിക്ഷാവിധിക്ക് കാരണമായി തീരും. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. പറയാവുന്നത് ചെയ്യാവുന്നത് മാത്രമേ പറയാവൂ ഉള്ളതാണ്. അപ്പോൾ ഉപദേശകന്മാർ പെരുകി. കാരണം എല്ലാവർക്കും സ്വയം പുകഴ്ച ലഭിക്കാനും സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാകാനും ഉപദേശം പറയാൻ ഇഷ്ടം. പക്ഷെ പറയുന്ന ഉപദേശം എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നെങ്കിൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ അത് അർത്ഥമായി തീരുന്നുള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം സാധാരണ തിരുവത്താഴ ശുശ്രൂഷ നമ്മുടെ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തെ, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയൊക്കെ ഓർമ്മിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചു. അപ്പോൾ എന്നെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത വില ഇവിടെ ഓർമ്മ കൂടാണ്. പക്ഷെ അവിടെ അത് നമ്മൾ ഭാഗവാക്കാകുമ്പോൾ നമുക്ക് ഒരു ഉത്തരവാദിത്വം കൂടെ അവിടെ ചെയ്യണം. കർത്താവ് പറഞ്ഞ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം യാഗമായി തീർന്നതുപോലെ നാമും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നുറുക്കുന്ന, സ്വയം ഇല്ലാതായിത്തീരുന്ന, സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന അനുഭവമായി അർത്ഥവത്തായി ആ ശുശ്രൂഷയുടെ അനന്തരം നമ്മുടെ ജീവിതം അങ്ങനെ ആകാൻ വേണ്ടി നാം ശ്രമിക്കുമ്പോഴാണ് അതിനും അർത്ഥമുണ്ടാകുന്നത്. അപ്പം നമ്മൾ പറയുന്ന ഏത് വാക്കും അതിൻ്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാകുന്നില്ല എന്നാണ് യാക്കോബ് പഠിപ്പിച്ചത്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഈ നമ്മൾ പറയുന്ന വാക്കുകൾ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യണം. അത് അവനെ തെറ്റായ വഴിയിൽ നിന്നും ശരിയായ വഴിയിലേക്ക് നയിക്കുന്നതായിരിക്കണം. 2, നമ്മൾ ചിന്തിച്ചു തീയും കാട്ടുതീയും നാവും, അത് മരണകരമായ വിഷം നിറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനവും ഒരാളെ നശിപ്പിക്കുന്നതിന് ഇടയായി തീരരുത്. 3, നമ്മൾ മറ്റുള്ളവരെ ജീവൻ കൊടുക്കുന്നതായ ഒരു വാക്കുകളായി നമ്മൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന, മറ്റുള്ളവരെ ബിൽഡ് ചെയ്യുന്ന വാക്കുകളായി നമ്മൾ തീരണം. നമ്മൾ സഭയ്ക്ക് വേണ്ടി സഭയെ പണിയുന്നവരായിരിക്കണം, സഭയ്ക്ക് പണി കൊടുക്കുന്നവരായിരിക്കരുത്. മറ്റുള്ളവർക്ക് പണിയുന്നവരായിരിക്കണം, മറ്റുള്ളവരെ തകർക്കുന്നവരായിരിക്കരുത്. മറ്റുള്ളവരെ ബിൽഡ് ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മൾ തീരണം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അതുകൊണ്ട് അത് നമ്മൾ നാവിൻ്റെ കടിഞ്ഞാണിടുന്ന കാര്യവും അതിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അത് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ പ്രായോഗിക അനുദിന ജീവിതത്തിൽ അത് അർത്ഥവത്തായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 13-ാം അധ്യായം 13 തൊട്ട് ഇന്നുകൊണ്ട് നമ്മൾ ഈ 3-ാം അധ്യായം തീർക്കുകയാണ്. അപ്പം 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ ആണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഞാനത് വായിക്കുന്നു. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും സാഠ്യമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്കു പറയുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ.
ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്ടപ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്ന കാര്യം രണ്ട് കാര്യമാണ്. ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടുന്ന്? രണ്ട് തരത്തിലുള്ള ജ്ഞാനമുണ്ട് എന്നാണ് യാക്കോബ് പറയുന്നത്. ഒന്ന് ഭൗമികമായ ജ്ഞാനം, രണ്ട് ഉയരത്തിൽ നിന്നുള്ള ദൈവീക ജ്ഞാനം. ഇതിനെ രണ്ടിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് യാക്കോബ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളതെടുത്ത് വായിക്കണം. സദർശവാക്യം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. സദൃശവാക്യം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ആരെങ്കിലും എടുത്തെങ്കിലൊന്ന് വായിക്കാം. അതുപോലെ 3:13 തൊട്ട് 19 വരെയുള്ളൂ. അപ്പോൾ ഒരാൾ സദൃശവാക്യം 4:7 ഒന്ന് വായിക്കുക. അപ്പോഴത്തേനും വേറൊരാൾ 3:13 തൊട്ട് 19 വരെ. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്തിലും വിവേകം നേടുക. ഓക്കെ, അപ്പം ജ്ഞാനം തന്നെയാണ് പ്രധാനം. ജ്ഞാനം അത് സകല വിവേകത്തിലും സകല സമ്പാദ്യത്തിലും പ്രധാനമുള്ളതാണെന്നാണ് യാക്കോബ് പറയുന്നത്. 3:13 തൊട്ട് 19 വരെ കൂടെ നമുക്കൊന്ന് വായിക്കാം. സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 19 വരെയുള്ള വാക്യം. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകുകയില്ല. അതിന്റെ വലം കയ്യിൽ ദീർഘായുസ്സും ഇടം കയ്യിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവും ആകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം. അതിനെ കരസ്ഥമാക്കുന്നവൻ ഭാഗ്യവാന്മാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ഏറ്റവും വിലയേറിയ മുത്തുകളിലും പ്രധാനം. അപ്പം നമ്മൾ ജ്ഞാനം, എന്താണ് ജ്ഞാനം? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന സദൃശഭാഷയ്ക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ജ്ഞാനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലോകപ്രകാരമുള്ള ജ്ഞാനം, രണ്ട് ദൈവീക ജ്ഞാനം. ഈ മനുഷ്യൻ ഈ അറിവെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറയാം, ഒരു മനുഷ്യൻ്റെ ഹൃദയമുണ്ട്, ലങ്സ് ഉണ്ട്, നമുക്ക് ഇയറുണ്ട്, അല്ലെങ്കിൽ വൻകുടലുണ്ട്, ചെറുകുടലുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്താ? അത് ദൈവം സൃഷ്ടിച്ചതാണ്, അതവിടെ ഉണ്ട്. എന്നാൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അറിവെന്ന് പറയും. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ഉരുണ്ടതായിരുന്നു എന്ന് മനുഷ്യൻ അറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഭൂമി ഉരുണ്ടതായിരുന്നു. പക്ഷേ അത് മനുഷ്യൻ മനസ്സിലാക്കിയത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പം അത് അറിവെന്ന് പറയുന്നത്. അതാ മനുഷ്യന് അറിപ്പം, ടെലിഫോണുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഇതൊക്കെ മനുഷ്യൻ്റെ അറിവിൽ നിന്നും ഉണ്ടായതാണ്. എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത്, ഇപ്പം ഈ പറയുന്ന രീതിയിലുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരുടെ ജീവിതം ചിലപ്പം പരാജയമാണ്. അപ്പം ആ അറിവ് ചേർക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. അപ്പം ഈ അറിവല്ല ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവമാണ് ജ്ഞാനം, ക്രിസ്തുവാണ് ജ്ഞാനം, യഹോവ ഭക്തിയാണ് ജ്ഞാനം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ അറിയുവാൻ യഥാർത്ഥ ജ്ഞാനം എന്തെന്ന് മനസ്സിലാക്കാൻ. ഇതെങ്ങനെ കിട്ടുമെന്നൂടെ നമുക്ക് നോക്കാം. സദൃശവാക്യം 13-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സദൃശവാക്യം 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ജ്ഞാനികളോടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും.
ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നത്? ജ്ഞാനികളോടുകൂടി നീ നടക്കുക. ജ്ഞാനം സമ്പാദിച്ച, ദൈവഭക്തിയുള്ള, ദൈവകൃപ പ്രാപിച്ച, ദൈവിക ചിന്തകളുള്ള മനുഷ്യനോടുകൂടി നീ നടന്നു കഴിയുമ്പോൾ നീ ആരാണെന്ന് നിന്റെ കൂട്ടുകാരെ കൊണ്ട് മനസ്സിലാക്കാമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പം നമ്മൾ ജ്ഞാനം പ്രാപിക്കുകയും ദൈവജ്ഞാനം പ്രാപിക്കുകയും ചെയ്ത ആൾക്കാരോടുകൂടി നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് തന്നെ അതിൻ്റെ അകത്ത് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുക. അപ്പം ജ്ഞാനം പ്രാപിപ്പാൻ ഏറ്റവും നല്ല കാര്യം ദൈവകൃപ പ്രാപിച്ചവരുമായിട്ടുള്ള സംസർഗത്തിലും സഹവാസത്തിലും അനുദിനം നമ്മൾ വളരുമ്പോൾ നമ്മളും അതിൽ വളർന്നു വരുവാനിടയായിത്തീരും. അപ്പം ഈ സദൃശവാക്യം 3:35 വായിക്കാം. സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം കൂടെ. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, ഭോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ. ഓക്കെ, അപ്പം ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കൂ എന്ന് ഉള്ളത് ഇംഗ്ലീഷിൽ അത് ഒന്നുകൂടെ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നുണ്ട്. വൈസ് മാൻ ഇൻഹെറിറ്റഡ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവികമായ ആ ഇതിൽ അവൻ അവകാശമാക്കും ജ്ഞാനിയായ മനുഷ്യൻ. അപ്പം പോഷൻ്റെ ചിന്ത അതിന് നേരെ എതിരാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിനെ പറ്റി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ഏർപ്പെട്ടു. യേശുവിനെ നമ്മൾ വളരുന്ന പൈതൽ ജ്ഞാനത്തിൽ വളർന്നു, ദൈവകൃപ അവനോടുണ്ടായിരുന്നു, അവനിൽ ജ്ഞാനം നിറയുവാനിടയായി തീർന്നു. അപ്പം നമ്മൾ അനുദിന ജീവിതത്തിൽ ഈ നമ്മൾ ലോകത്തിൽ ഇടപെടുന്നയാൾ, ഇപ്പം വഴക്കുണ്ടാക്കുകയും തല്ലുണ്ടാക്കുകയും ദൈവമില്ല എന്ന് പറയുകയും യോഗപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനോടൊരു ചായ്വ് നമുക്കുണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതം ഇതുപോലെയുള്ള ദൈവീയ ജ്ഞാനം പ്രാപിച്ച കൂട്ടായ്മയിലുള്ളവരോടുകൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് കടന്നു വരും. അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് ഇനി ലോകത്തിൽ ഈ 2 തരം ജ്ഞാനമുണ്ടെന്നാണ് നമ്മളിവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം അതിൻ്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത ഇതിലേക്ക് വരാം. 15 ഭൗമികവും ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല. 15-ാം വാക്യമാണ്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. അപ്പം ലോകത്തിൽ ഉയരത്തിൽ നിന്നല്ലാത്ത ഒരു ജ്ഞാനമുണ്ട്. അതെന്തുവാ? ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. അപ്പം ഈ ഉറവിടം, 2 ജ്ഞാനത്തിന് 2 ഉറവിടമുണ്ട്. ഒന്ന് ലോകത്തിൽ, കർത്താവ് പറഞ്ഞു, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവരാ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാ, ഞാൻ മേലിൽ നിന്നുള്ളവർ, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ ആ അനുഭവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ ഉള്ളൂ. ഇപ്പം അറിവ്, വെളിപാട് പുസ്തകം നമുക്ക് വേണമെങ്കിൽ അരച്ച് ഓടിച്ച് പഠിച്ച PhD എടുത്ത ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം പഠിച്ചിട്ടും അവനെ ഈ നിത്യതയിൽ എത്തുന്നില്ല എങ്കിൽ ആ പഠിത്തം കൊണ്ട് റിയലി യാതൊരു ഗുണവും ആ വ്യക്തിക്കില്ല. അപ്പം അതുകൊണ്ട് ഈ പഠിത്തത്തിനേക്കാളും, അതുകൊണ്ട് ശലോമോൻ പറഞ്ഞ ലോകത്തിൽ അനവധി പുസ്തകങ്ങളുണ്ട്, പക്ഷെങ്കിൽ ഇതെല്ലാം ഒത്തിരി വായിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ അറിവ് വർദ്ധിച്ചിട്ട് നീ ലോകത്തിൽ ഇല്ലാതാകുവാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഈ ശലോമോൻ എഴുതിയ പുസ്തകം നമ്മളതിൻ്റെ ഓർഡറിൽ പഠിക്കുവാണ്. സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, അങ്ങനെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സദൃശവാക്യം ലോകത്തിലെ ജ്ഞാനവും തത്വവും ധനവും മാനവും ഇതെല്ലാം സമ്പാദിക്കുന്നതിനെ പറ്റിയുള്ളൊരു പുസ്തകം. അതിൻ്റെ അടുത്തത് ശലോമോൻ പറയുക, സകലവും മായ 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 മായ. ഇതെല്ലാം നീ സമ്പാദിച്ചാലും ഇതെല്ലാം മായയാ, താൽക്കാലികം. ഉത്തമഗീതത്തിൽ അവസാനം പ്രിയനോടുകൂടി ഉന്നതമായ ജീവിതത്തിലേക്ക് ജീവിക്കുന്ന ആ വലിയ അനുഭവമാണ് ഉത്തമഗീതം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉത്തമഗീതം സാധാരണ നമ്മളധികം വായിക്കാറില്ല. കാരണം ഉത്തമഗീതം അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ എടുത്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ലോകപ്രകാരമുള്ള ജ്ഞാനവും അറിവും അതെല്ലാം നമുക്ക് വേണം, ഇതെല്ലാം ആവശ്യവുമാണ്. ഇപ്പം തന്നെ ഈ ടെക്നോളജി ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പം
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ ഒരുമിച്ച് വന്ന് ഈ മീഡിയയിൽ കൂടെ കാണുന്നു. അപ്പോൾ അത് നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ അത് ഒരിക്കലും നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് വലിയ പഠിത്തം കൊണ്ടോ അറിവ് കൊണ്ടോ കാര്യമില്ലാതാകും. അപ്പം ലോകപ്രകാരം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന് നമ്മൾ പോകുന്നതിന് മുമ്പ് ലോകപ്രകാരമുള്ള ജ്ഞാനം ഭൗമികം, പ്രാകൃതം, പൈശാചികം. ഈ ഭൗമികം എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള ജ്ഞാനമാണ്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. നമ്മളിതെല്ലാം ഈ കർത്താവ് പറഞ്ഞ വാക്യങ്ങളോട് ഇതിനോട് ചേർന്ന് ചിന്തിക്കുന്നതല്ല. യോഹന്നാൻ 8:23. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. അപ്പം കർത്താവ് പറഞ്ഞെന്തോ, കർത്താവ് ഈ ലോകത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വന്ന സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് വീണ്ടും സ്വർഗത്തിലേക്ക് പോയ, വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്ന, സ്വർഗത്തെപ്പറ്റി ആധികാരികമായി പറവാൻ കഴിവുള്ള യേശു ആണ് നമ്മുടെ ജ്ഞാനമായി മാറേണ്ടത്. അപ്പം കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്തിലുള്ള നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അപ്പം നമ്മുടെ ഈ ദൈവവചനത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞത്, മനുഷ്യൻ ഇതിനെ റീസൺ ചെയ്യും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു അച്ഛനായിരുന്നു, പുള്ളി അവസാനം വിശ്വാസം ത്യജിച്ച് പോയിട്ട് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പച്ചവെള്ളം ഒരിക്കലും വീഞ്ഞാകി മാറത്തില്ല, അതിന് കെമിക്കലി അതങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അത് മനുഷ്യൻ്റെ റീസണാണ്. സർവശക്തനാണെങ്കിൽ എന്താ അസാധ്യം? സയൻസ് പ്രകാരം ഒരു മനുഷ്യനെ പൊടിയിൽ നിന്ന് ഉണ്ടാക്കാൻ ഒക്കത്തില്ല, പക്ഷെ സർവശക്തനാണെങ്കിൽ സാധിക്കും. മനുഷ്യ സയൻറ്റിസ്റ്റ് പ്രകാരം ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇതില്ലാതെ ഒരു കുട്ടി ഉണ്ടാകുന്നില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് കന്യകയിൽ നിന്ന് ജനനം പ്രാപിക്കാൻ സാധിക്കും. അപ്പം മനുഷ്യൻ റീസൺ ചിന്തിക്കുന്നു, പക്ഷേ നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ വരുന്നില്ല, റീസണിങ് വരുന്നില്ല. അത് റീസണിങ് ഉണ്ടാകുന്നത് ദൈവത്തെ സർവശക്തനായി മനസ്സിലാക്കുവാൻ മനുഷ്യനെ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. എന്നാൽ യേശു ദൈവം സർവശക്തനാണെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് തന്നിരിക്കുന്നു, എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എൻ്റെ ജീവനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് എൻ്റെ രാജ്യം ഐഹികമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ ലോകത്തിലെ സാമ്രാജ്യ ശക്തികളെ പോട്ടി പട്ടാളമുണ്ടാക്കി ഭരിക്കുന്നതല്ല എൻ്റെ രാജ്യം എന്നെല്ലാം കർത്താവ് പറഞ്ഞത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പല മനുഷ്യരും റീസൺ ചെയ്ത് അതിൻ്റെ അവസാനം അവൻ വിശ്വാസം ത്യജിച്ചു പോകേണ്ടത് വരുന്നത്. എന്നാൽ ഇപ്പം യേശു പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്നുള്ള ആ കൺസെപ്റ്റ് പോലും ഭാഷയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ വെളിവാക്കി തന്നതാണ് ഈ ട്രിനിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ദൈവം അതിനും മേളിലാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രവർത്തനം, അതുകൊണ്ട് ഇപ്പം കർത്താവ് പറഞ്ഞു പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ കർത്താവ് പറഞ്ഞു ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞു. അപ്പം ചിലപ്പം ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരുത്തന് ഇത് ഒരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ ഇതിൽ എല്ലാവരും ഒരുപോലെ, അതുകൊണ്ടാണ് ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞു. അവിടെ ചെറുപ്പങ്ങളില്ല. എന്നാൽ ദൈവീയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത് ഒക്കെ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ആ ജ്ഞാനം നമ്മളെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ അറിയണം, ജ്ഞാനസമ്പൂർണമായ ക്രിസ്തുവിനെ അറിയുകയും ചെയ്യണം. അപ്പം ഈ ഭൗമിക പാപം, ഈ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്കൊരു പട്ടണം പണിയുക എന്നും പറഞ്ഞ് ഇവരെല്ലാം കൂടിച്ചേർന്ന് ഒരു പട്ടണം പണിത് ബാബേൽ ഗോപുരം പണിയാൻ പോകുന്നതൊക്കെ നമുക്ക് കാണാം. അത് റിയലി
ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമല്ലായിരുന്നു, ലോകപ്രകാരം അവരുടെ ബുദ്ധിയിലുണ്ടായതാണ്. അതുകൊണ്ട് എന്തോ ചെയ്തു, അത് തകർന്നു പോയി, ദൈവം അവരെ ചിതറിച്ച് കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാം ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. അത് റിയലി ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, തൻ്റെ ബുദ്ധിയിൽ താൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പരിണിത ഫലം തൻ്റെ ഭാര്യ പെങ്ങളാണെന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞ് അവിടെ പോവുകയും രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോവുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ പരിണിത ഫലമാണ്. അപ്പം ഇങ്ങനെയുള്ള കുഴപ്പം ആർക്കും പറ്റാം. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ആ യുദ്ധം 17:38 അപ്പം ദാവീദിനോട് ഇവർ പറയുന്നുണ്ട്, ഈ ഗോലിയാത്തിനെ നേരിടുവാൻ നീ ഈ പടച്ചോട്ടയൊക്കെ ധരിച്ചുകൊണ്ട് ഇറങ്ങാൻ പറയുന്നുണ്ട്. അപ്പം ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇത് ശീലമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ദാവീദ് അത് ഇട്ടത്. ഇപ്പം എന്തുവാ, ധീരനായ ഒരു ഭയങ്കര പോരാളിയായ ഒരു മനുഷ്യനെ നേരിടാൻ ഒരു കയ്യിൽ ഒരു കല്ലുമായിട്ട് പോകുവാൻ റീസൺ ചെയ്യുന്ന ഒരുത്തനത് സാധ്യമല്ല. എന്നാൽ ദാവീദ് ഇതിനു മുമ്പ് സിംഹത്തെ കൊന്നിട്ടുണ്ട്, തൻ്റെ ദൈവം ആരാണെന്ന് താൻ അറിഞ്ഞിട്ടുണ്ട്, ബാട്ടിടനായിരുന്ന തന്നെ ആണ് ദൈവം വിളിച്ചതാണെന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നത് കൊണ്ട് താൻ തുമ്പി നിൽക്കുന്ന ഗോലിയാത്തിനെ അല്ല കണ്ടത്, തൻ്റെ ദൈവത്തെയാണ് കണ്ടത്. നമ്മുടെ ദൈവത്തെ കാണാതെ പ്രശ്നങ്ങളെ കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുവാൻ കാരണം. എന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സർവശക്തനായ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഈ കാര്യങ്ങളും ഈ പ്രശ്നങ്ങളും ഒന്നും കാര്യമില്ല, അത് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടി. പക്ഷെ മാനുഷികമായ രീതിയിൽ ഇതൊക്കെ ഉണ്ടാകാം. കർത്താവ് ബോട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ ശിഷ്യന്മാർ സാക്ഷാൽ ദൈവം ബോട്ടിലുണ്ടായിട്ടും ബോട്ട് കാറ്റടിച്ചു, കടലിളകി. അപ്പോൾ ഇതൊക്കെ ദൈവം കൂടെ ഉണ്ടായാൽ ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ അതിൻ്റെ നടുവിലും ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളും പതറിപ്പോകുന്നത്. ഇപ്പം തീക്കകത്ത് വീണ് കഴിഞ്ഞാൽ യേശു 4-മനായി അവൻ്റെ മുമ്പിൽ ഇറങ്ങിയത്. അപ്പം തീയിൽ വീഴുന്ന അനുഭവം ഉണ്ടാകാം. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്രയും പേർക്ക് അപ്പം ഉണ്ടാക്കുവാൻ ഞങ്ങളെവിടെ പോകുന്നു, ഇതിന് എത്ര പണമാകും എന്നുള്ള അവരുടെ ചിന്ത. എന്നാൽ തൻ്റെ കൂടെ നിൽക്കുന്നത് സർവശക്തനായ ദൈവമാണെന്നുള്ള മനസ്സിലാക്കുവാൻ അവർക്ക് പ്രയാസമായതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുവാൻ കാര്യം. എന്നാൽ കർത്താവിൻ്റെ കയ്യിൽ 5 അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ അനുഗ്രഹിച്ച് അത് ലോകപ്രകാരം അത് മനസ്സിലാക്കാണ്ട് 5 അപ്പം കയ്യിലിരിക്കുന്നു, അതെങ്ങനെയാണ് ഇത്രയും ആകുന്നതെന്ന് ലോകപ്രകാരം ചിന്തിച്ചാൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിപ്പാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ റീസണിങ്ങിനപ്പുറം ദൈവത്തെ കാണുവാനാണ്. അപ്പം ലോകത്തിൽ നിന്നാണ് ഈ ചിന്തകൾ വരുന്നത്. അത് ലോകപ്രകാരമുള്ള ചിന്തയാണ്. ലോകവും ജഡവും പിശാചും, ഇത് മൂന്നുമാണ് ഈ ലോകത്തിൽ നമ്മെ തകർത്ത് കളയുന്ന 3 ശക്തികൾ. അപ്പം അതിന് നമ്മളെന്തോ ചെയ്യണം? ഓവർകം ചെയ്യണം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ഉം 21-ഉം വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യം. ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിനെ ജ്ഞാനം ദൈവഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം എങ്ങനെ ഒരുത്തന് രക്ഷ വരുത്തുമെന്ന് ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു ഭോഷത്വമായിട്ട് തോന്നും. പണ്ടൊരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ധീരനായ പോരാളി
തൻ്റെ ശത്രുവിനെ അവന് പരിചയമുള്ള ആയുധം കൊണ്ട് തന്നെ നേരിടുവാൻ അനുവദിക്കും. സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധവും മരണമായിരുന്നു. ആ മരണത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും നീചമായ ക്രൂശി മരണം കൊണ്ട് നേരിടുവാൻ യേശു സാത്താനെ അനുവദിച്ചു. അപ്പോൾ അന്നത്തെ ലോകകാലത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും നീചമായ ആ മരണം കൊണ്ട് താൻ മരണത്തെ നേരിട്ടിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ശത്രുവിൻ്റെ തലയെ തകർത്തിട്ട് പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു മരണത്തിൽ കൂടി നീ കടന്നു പോകേണ്ടി വന്നാലും അതിനെ ഓവർകം ചെയ്ത് ഈ ശരീരം ഇങ്ങനെ വലിച്ചു കയറി കളഞ്ഞാലും ഒരു പുനരുത്ഥാനത്താൽ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം തരുവാൻ ഞാൻ ശക്തനാണ് എന്ന് മനുഷ്യവർഗത്തെയും ലോകത്തെയും കർത്താവെ കാണിച്ചു കൊടുത്തു. ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു പരാജയമാണെന്ന് തൽക്കാലം തോന്നും. എന്നാൽ തൻ്റെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി, അവർക്കും അങ്ങനെ തോന്നി. തങ്ങളുടെ സകല പ്രതീക്ഷയും അറ്റുപോയി, താൻ ഇനിയും ഒന്നുമില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളൊക്കെ അവരുടെയും ജീവിതത്തിലുണ്ടായി. എന്നാൽ കർത്താവിൻ്റെ ഞാൻ ഇന്നലെ ഒരു ഇതിട്ടതുപോലെ കർത്താവ് പാപിനിയായ സ്ത്രീയെ കണ്ടത് അവള് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് പാപമോചനം പ്രാപിച്ചിട്ട് അനേകായിരങ്ങളെ വീണ്ടും ക്രിസ്തുവിലേക്ക് നേടുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്മളെങ്ങനെ കാണും ഒരു വ്യക്തിയെ. നമ്മൾ അവള് പാപം ചെയ്ത ഒരു വേശ്യ എന്ന് പറഞ്ഞ് നമ്മൾ അവളെ തള്ളിക്കളയും. ക്രൂശിൽ കിടന്ന കള്ളനും കവർച്ചക്കാരനും കൊള്ളക്കാരനുമാണ്. അങ്ങനെ നമ്മളൊരു കൊള്ളനെ അല്ലെ ഒരു കള്ളക്കാരനെയോ ഒരു കള്ളനെ കാണുന്നത് മറ്റുള്ളവൻ്റെ സാധനം മോഷ്ടിക്കുന്നത് കൊണ്ട് നമുക്ക് അവനോട് ബന്ധമില്ല. എന്നാൽ കർത്താവ് അവനെ കണ്ടത് സ്വർഗരാജ്യം കവർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അപ്പം ഇതുപോലെയുള്ള രീതിയിൽ മറ്റുള്ളവരുടെ ബലഹീനതകളെയും അവരുടെ കുറവുകളെയും കവർ ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് അവരെ കൂടെ നിത്യതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സഭയുടെ ഉത്തരവാദിത്വം. അതിനു വേണ്ടിയാണ് സഭ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയം. അപ്പം പ്രാകൃതമായ ഒരു സ്വഭാവമുണ്ട്, ലോകപ്രകാരമുള്ളൊരു സ്വഭാവമുണ്ട്, പൈശാചികമായൊരു സ്വഭാവമുണ്ട്. പൈശാചികൻ്റെ സ്വഭാവം നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് ഉപായത്താൽ അവനെ ചതിച്ചു കളഞ്ഞു. സാത്താനും വെളിച്ചദൂതൻ്റെ വേഷമെടുക്കുന്നു. അപ്പം ഒറ്റ നോട്ടത്തിൽ ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ അനേക ക്രിസ്ത്യാനികളെ വിശ്വാസികളെ തെറ്റിച്ചുകളെ. അതാണ് പിശാചിൻ്റെ തന്ത്രങ്ങളിലൊന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതിരിക്കരുത്. കർത്താവ് പറഞ്ഞു, മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും കഴിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ അവരുടെ പ്രവർത്തികളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്ന്. അപ്പം നമ്മൾ ഈ ലോകപ്രകാരം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം അല്ല, ദൈവജ്ഞാനത്താൽ വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒന്നെന്തുവാ? ലോകപ്രകാരം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്ര ജ്ഞാനമല്ല. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ ഒരുത്തൻ വ്യാപരിക്കുന്നത് ദൈവിക ജ്ഞാനമാണോ അതോ യഥാർത്ഥ ജ്ഞാനമാണോ എന്നറിയുവാൻ ഇവിടെ ചില കാര്യങ്ങൾ പൗലോസ് ഇവിടെ അല്ല യാക്കോബ് ഇവിടെ പറയുക. അതെന്തുവാണെന്ന് ഇവിടെ നമുക്ക് ഒന്ന് ചിന്തിക്കാം. എന്തുവാ? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണം ഈർഷ, ശാഠ്യം, കലക്കം, സകല ദുഷ്ടതയും. അപ്പം ഇതാണ് ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പറയുന്ന ഈർഷ്യയും ശാഠ്യവും. ഈ ശാഠ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു
പക്ഷം പിടിക്കുക. ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ ചർച്ചിലൊക്കെ ഇലക്ഷനാണ് നടക്കും ചിലപ്പോൾ. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എൻ്റെ പക്ഷത്തുള്ളവരെ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ പല അഭിനയങ്ങളും ചിലപ്പം ചർച്ച നടത്തും. പല കാര്യങ്ങളും ചിലപ്പോൾ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കേണ്ട അനുഭവങ്ങളുണ്ടാകും. അപ്പം ഇതൊക്കെ ഇന്നത്തെ സഭായോഗത്തിലും രാഷ്ട്രീയകാലത്തിലും ഉണ്ട്. പക്ഷേ സഭയുടെ ഇതിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. അപ്പം ഇതൊന്നും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ഈർഷ്യ. നമുക്ക് ഒരു വ്യക്തിയോട് ഈർഷ്യയോ നമുക്ക് പകയും വിദ്വേഷവും ഒക്കെ കൊണ്ട് നടക്കുവാൻ ആണെങ്കിൽ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, അവനെ ചേർത്ത് പിടിക്കുന്ന, അവനെ കരുതുന്ന കർത്താവ്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചെങ്കിൽ എന്നോട് ക്ഷമിച്ചാൽ മതി എന്നാണ് ഹൃദയയിൽ ഈ ദിവസവും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ സഹോദരനോട് ക്ഷമിച്ചെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചാൽ മതി എന്നാണ്. അപ്പം നമ്മൾ മനഃപൂർവ്വമായി ക്ഷമിക്കുവാനും സഹിക്കുവാനും വഹിക്കുവാനും അവരെ താങ്ങുവാനും ഒക്കെ നമുക്ക് ഇടയായിത്തീരണം. അപ്പം ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, ലോകത്തിൽ നിന്നുള്ള ജ്ഞാനം എന്തൊക്കെയാണ്? അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഈ പറയുന്ന ഈർഷ, ശാഠ്യം, കലക്കം, സകല ദുഷ്പ്രവൃത്തി. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ലോകപ്രകാരമുള്ള ജ്ഞാനമായി നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ലോകത്തിലെ ജ്ഞാനത്തിലാണ്, ഭൗമികമായ ജ്ഞാനത്തിലാണ്, പൈശാചികമായ ജ്ഞാനത്തിലാണ്, ജഡികമാണ്. ഈ ജഡികം എന്ന് പറഞ്ഞാൽ, ഈ പ്രാകൃതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർക്കും പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ ഏതാണ്ട് ആദിവാസി, ഒരു പരിഷ്കാരവും ഇല്ലാതെ ജീവിക്കുന്നവളെന്ന്. എന്നാൽ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെയാണ് പൗലോസ് റിയലി ജഡികൻ എന്ന് വിളിക്കുന്നത്. ജഡിക മനുഷ്യനുണ്ട്, പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡിക മനുഷ്യൻ തന്നെയാണ്. പിന്നെ ലോകപ്രകാരമുള്ള മനുഷ്യനുണ്ട്, ദൈവിക മനുഷ്യനുമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഭൗമിക ജ്ഞാനമാണ് നമ്മളിലിരിക്കുന്നത്, അത് നമ്മൾ മാറ്റണം. ഇനി അടുത്ത നമുക്ക് 13-ാം വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ, ഇനി യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ലക്ഷണം ഇവിടെ യാക്കോബ് പറയുകയാണ്. സൗമ്യത, നല്ല നടപ്പ് കൂടെ അവർ ഇത് കാണിക്കണം. എന്തോ ചെയ്യണം? നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കണം. അപ്പം ഈ സൗമ്യത എന്ന് നമ്മൾക്ക് പണ്ടൊക്കെ സൗമ്യനാന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ ആരോടും വഴക്കം ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾത്തിനെ സൗമ്യനെന്ന് നമ്മളൊക്കെ ചിന്തിച്ച് വെച്ചിരുന്നു. കർത്താവ് മോശയെപ്പറ്റി പറയുന്നത് ലോകത്തിലെ ഏറ്റവും സൗമ്യനായ വ്യക്തി എന്നാണ്. കർത്താവ് പറഞ്ഞാൽ ഞാൻ സൗമ്യത ആയിരിക്കുന്ന പോലെ എൻ്റെ മുഖം ഏറ്റവും നിങ്ങൾ എന്നോട് പഠിപ്പിൻ. അപ്പം എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും എന്നെ തകർത്ത് കളയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിൽ പ്രതികരിക്കാതെ നിൽക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. കർത്താവിനെ പീലാത്തോസ് വിധിച്ചു, അനേക സാക്ഷികൾ വന്നു, ക്രൂശിൽ കടന്നുകൊണ്ട് നീ ദൈവപുത്രനങ്ങൾ ഇറങ്ങി വാ എന്ന് പറഞ്ഞു, ഇവന് തച്ചൻ്റെ മകനെന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള അനേക ആയിര ശകാരങ്ങളും ദോഷങ്ങളും പഴികളും ഒക്കെ കർത്താവ് കേട്ടപ്പോൾ അതിനൊന്നും വലിയ പ്രതികരണം കൊടുക്കാതെ താൻ നിലനിന്നു. എന്നാൽ ദേവാലയത്തിൽ അശുദ്ധി കണ്ടപ്പോൾ താൻ ചാട്ടവാർ എടുത്തു. അപ്പോൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാനും നമ്മൾക്ക് സാധിക്കണം. തെറ്റാണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കി തെറ്റാണെന്ന് പറയുവാനുള്ള സങ്കോചം നമുക്കുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇതിൻ്റെ അതിട്ട അതൊരു വാക്യമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എല്ലാവരും കേൾക്കെ
പത്രോസിനോട് പറഞ്ഞു, യഹൂദനായിരിക്കുന്ന നീ ജാതീയ മര്യാദ പ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ ജാതിയനെ നീ യഹൂദ മര്യാദ പഠിപ്പിക്കുവാൻ നിർബന്ധിക്കുന്നതെന്ത് എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ വിശ്വാസത്തിലെടുത്താൽ ക്രിസ്ത്യാനിയായിരിക്കുന്ന നീ, അല്ലെ ബന്ധിക്കോസുകാരനായിരിക്കുന്ന നീ, വിശ്വാസിയായിരിക്കുന്ന നീ ലോകപ്രകാരം ജീവിച്ചിട്ട് നീ ആ പ്രകാരം ലോകത്തിൻ്റെ പ്രകാരമാണ് ജീവിക്കുന്നുവെങ്കിൽ പിന്നെ അവരെ നിന്റെ വിശ്വാസം അനുസരിപ്പിക്കുവാൻ നിർബന്ധിക്കുന്ന എന്തിനാ? ആദ്യം നീ നിന്റെ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിലുള്ളതായ സ്നേഹവും നിന്റെ പ്രവൃത്തിയിൽ കൂടി നീ തെളിയിച്ച് കാണിക്കുമ്പോൾ അവര് ഇതിലേക്ക് വരുവാനിടയായിത്തീരും. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ഇതിനുള്ളതായ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ താറടിച്ചും ഇത് ചെയ്തവറ്റം ചെയ്തുമൊക്കെ പോകുവാനിടയായിത്തീരുക. എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്തോ ചെയ്യണം? കാണിക്കണം. പ്രവൃത്തിയിൽ കൂടി ഞാൻ ആരാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് രണ്ട് കാര്യം. അപ്പം ജ്ഞാനലക്ഷണം സൗമ്യത എന്നുള്ളതായിരുന്നു. സൗമ്യത എന്ന് പറയുന്നത് അതാണ്. എനിക്കെതിരെ, പക്ഷെ നമുക്ക് പലപ്പോഴും എനിക്കെതിരെ ഒന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മുഖവും പോയി, വാക്കും പോയി, സ്നേഹവും പോയി, എല്ലാം പോയി, പിന്നെ മുഖം വീർപ്പിച്ച് നമ്മൾ നടക്കുന്ന അനുഭവമാണ്. എന്നാൽ നമുക്കെതിരെ എന്ത് കുറ്റാവരണം ഉണ്ടായാലും, അതുകൊണ്ട് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവിന് വേണ്ടി അടിയേക്കുന്നതിൽ സന്തോഷിച്ച് ശിഷ്യന്മാർ പോയി എന്നാണ് പറഞ്ഞു. ലോകപ്രകാരം അവരെ അടിച്ചപ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഞാനിത് ഏറ്റെന്നുള്ള സന്തോഷത്തോടു കൂടി അവർ പോയി. രണ്ട്, നല്ല നടപ്പ്. ആ നല്ല നടപ്പ് നമ്മുടെ ജീവിതത്തിലാണ് കാണിക്കേണ്ടത്, പറച്ചിലല്ല. ഇപ്പം ജാതിയെ കുറ്റം പറയാൻ പത്രോസിന് എളുപ്പമായിരുന്നു. എന്നിട്ട് എൻ്റെ നടപ്പ് അത് പ്രകാരമല്ല എങ്കിൽ പിന്നെ എനിക്ക് മറ്റുള്ളവനെ വിധിക്കരുത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നീ വിധിക്കല്ല, ആരെയും വിധിക്കാൻ പോകല്ല. വിധി കർത്താവിനുള്ള, ന്യായവിധി ദൈവത്തിനുള്ളതാണ്. അത് ദൈവം അവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അറിഞ്ഞിട്ട് അവനെ ന്യായം വിധിച്ചോളും. അപ്പം ഞാൻ നിങ്ങളെ കാണുന്ന പോലെ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പുറമേ കാണുന്ന ഒരു അഡ്വേർഡ് വെച്ചുകൊണ്ട് നിങ്ങളെ വിധിക്കുന്നത് ചിലപ്പം തെറ്റായ വിധിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ന്യായവിധി എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണിയുക, താന്നവരെയും വീണ് കിടക്കുന്നവരെയും ഒക്കെ പണിയുക. കർത്താവ് അതാണ് കാണിച്ചത്. കർത്താവിൻ്റെ ശിഷ്യഗണത്തിലും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ നല്ലൊരു ശതമാനം എപ്പോഴും പാപങ്ങളും പട്ടിണിക്കാരും ചുങ്കക്കാരും പാപികളും വേശ്യകളും ഒക്കെ ആയിരുന്നു. പക്ഷേ അവരെ കൊണ്ടാണ് ലോകത്തെ കർത്താവ് പണിതത്. മുക്കുവന്മാരെ കണ്ട് ലോകത്തെ ഇന്നും നിലനിൽക്കുന്ന ഈ അതിശക്തമായ സഭയ്ക്ക് അടിസ്ഥാനമിട്ടതും പണിതതും അവരെ കൊണ്ടാണ്. കാരണം അവരല്ല, അവരിൽ കൂടി വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതാണ് ഇന്നും. അതുകൊണ്ടാണ് പറയുന്നത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലാണ്. നമ്മളാരും അല്ല പണിയുന്നത് സഭയെ. അതുകൊണ്ടാണ് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞത്, പൗലോസിൽ നിന്ന് ദൈവകൃപ മാറിപ്പോയാൽ താൻ വെറും ഒരു ഗുണ്ടയാണ്. പത്രോസിൽ നിന്നും ദൈവകൃപ മാറിപ്പോയാൽ താൻ വെറും ഒരു മീൻപിടുത്തക്കാരനാണ്. ദാവീദിൽ നിന്ന് ദൈവകൃപ മാറിപ്പോയാൽ താൻ വെറും ഒരു ആട്ടിടയനാണ്. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവകൃപ മാറിപ്പോയാൽ ഞാനും നിങ്ങളും ലോകമനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് എന്തോ ചെയ്യുന്നു? നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ നിൽക്കുന്നത് ദൈവ കൃപയിലാണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും. ഈ പഴയ നിയമത്തിലൊരു ഇതുണ്ട്. മോശ 40 ദിവസം സിനായ് മലയിൽ ഇറങ്ങി ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചതിന് ശേഷം ഈ കൽപ്പലകമായി ഇറങ്ങി വന്നു. അങ്ങനെ ലോകത്തിൽ അതുപോലൊരു നേതാവില്ലായിരുന്നു എന്നാണ് മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വേദവസം പഠിക്കുമ്പോൾ മോശ ഇങ്ങനെ ഇത്രയും പേരുടെ പ്രശ്നങ്ങൾ തീർക്കുവാൻ രാവിലെ തൊട്ട് വയ്യോളം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പുള്ളിയുടെ അമ്മായിയപ്പൻ കടന്നു വരും. അമ്മായിയപ്പൻ പറഞ്ഞു, മോശ നീ ചെയ്യുന്ന വലിയ കഠിനമായ കാര്യം ഇത് നിന്നെക്കൊണ്ട് സാധ്യമല്ല. മോശയ്ക്ക് വേണേ പറയാമായിരുന്നു, ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച് ദൈവത്തിൽ നിന്ന് കൽപ്പനയും പ്രാപിച്ച എന്നെ നീയാണ് അഡ്വൈസ് ചെയ്യാനാരാ. പക്ഷെ മോശ ആ പറഞ്ഞത് എടുത്തു. എന്നിട്ട് ഇത്ര പറഞ്ഞ ഇങ്ങനെയാണ്, 1000 പേർക്ക് ഒരുത്തനെ, 500 പേർക്ക് ഒരുത്തനെ, 100 പേർക്ക് ഒരുത്തനെ, 10 പേർക്ക് ഒരുത്തനെ ആക്കി വെക്കുക. ഈ പറയുന്നവർ ആ കാര്യങ്ങൾ ചെയ്യും. അവരുടെ അടുക്കൽ ഈ 10 പേരുടെ ഉള്ളിൽ വന്നിട്ട് അവനെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിൽ അത് നിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. മോശയ്ക്ക് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അത്. അപ്പം അല്ലാതെ ഒരു മനുഷ്യൻ അല്ല ലോകത്തിലുള്ള സർവ്വതും ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് കർത്താവ്
എൻ്റെ കൂടെ ശിഷ്യന്മാർ വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, യോഹന്നാനും പറഞ്ഞു, നിന്റെ നാമത്തിൽ ഒരുത്തനെ ഭൂതത്തെ പുറത്താക്കുന്ന ഞാൻ കണ്ടു, ഞങ്ങളെ അനുഗമിക്കായാൽ ഞങ്ങൾ വിരോധിച്ചു. കർത്താവ് പറഞ്ഞു, നോ, വിരോധിക്കരുത്, അവൻ നമുക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ കൂടി മാത്രമേ ഇതെല്ലാം നടക്കാവൂ എന്നുള്ള ചിന്തയല്ല. എല്ലാവരും എന്നിനേക്കാളും നല്ല രീതിയിൽ വേറൊരുത്തൻ പ്രസംഗിക്കുകയും വേറൊരുത്തൻ സുവിശേഷ വേല ചെയ്യുകയും വേറൊരുത്തനെ ദൈവകൃപയിൽ നിൽക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ സന്തോഷിക്കണം. അതാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ബിൽഡ് ചെയ്യാനുള്ള ഇത്. അപ്പം ലോകപ്രകാരമുള്ള ജ്ഞാനം എന്താണെന്നും അത് സാഠ്യവും ദുസാഠ്യവുമാണ്, ഈർഷ്യയും പിണക്കവുമൊക്കെയാണ്. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണെങ്കിൽ അതെന്തുവാണെന്ന് യാക്കോബ് ഇവിടെ പറയുകയാണ്, നല്ല നടപ്പിൽ സൗമ്യതയോട് നല്ല നടപ്പിൽ നടക്കണം. ഇനി ഇത് സാഠ്യമുണ്ടെങ്കിൽ എന്തുവാ? സത്യത്തിന് 3-ാം അധ്യായം 14-ാം വാക്യം, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയോ ശാഠ്യമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോസ്റ്റ് പറയുകയും ചെയ്യും. അതാണ് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം ഞാൻ ചർച്ചിൽ ഒരു ഇലക്ഷൻ ഒരു പോസ്റ്റ് നിൽക്കുക, എനിക്കെതിരെ വേറെ ഒരുത്തിന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ജയിക്കണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? സത്യത്തിന് വിരോധമായി ഞാൻ സംസാരിക്കും. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി, എൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി, ഞാൻ ജയിക്കുവാൻ വേണ്ടി പലപ്പോഴും ആരോപണങ്ങൾ ആ വ്യക്തിക്കെതിരെ ഞാൻ ഉയർത്തും. അതാണ് സത്യത്തിന് വിരോധമായി പ്രശംസിക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പ്രശംസ എടുക്കുക. ഞാൻ അവനേക്കാളും കേമനായ കാൻഡിഡേറ്റാണ്, ഞാനാണ് മിടുക്കൻ. ഇത് ഒന്നും യഥാർത്ഥത്തിൽ ദൈവിക ജ്ഞാനമോ ഉയരത്തിൽ നിന്നോ വരുന്നതല്ല എന്നാണ് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ വേദപുസ്തക പ്രകാരം ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളോ ഈ രീതിയിലുള്ള പ്രചരണങ്ങളോ ഒന്നും വേദപുസ്തക പ്രകാരമല്ല. പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്, നീ സഭ തോറും മൂപ്പന്മാരെ ആക്കി വെക്കുക, തിരഞ്ഞെടുത്ത ഒരാളെ ആക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ പാനലുണ്ടാക്കി ഗ്രൂപ്പുണ്ടാക്കി ഇലക്ഷൻ പ്രചരണം ചെയ്ത് നടത്തുന്നതൊന്നും ദൈവികമല്ല റിയലി. പക്ഷെ നമ്മളെല്ലാം അതിൻ്റെ അകത്ത് അങ്ങായിപ്പോയി ഇന്ന് ഇതൊന്നും തെറ്റാണെന്ന് നമുക്കൊന്നും തോന്നുന്നുമില്ല. കാരണം നാം ആ സർക്കിളിലായിപ്പോയി, നമ്മുടെ ചുറ്റും നടക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഓടുക ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും ദൈവികമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല എന്നുള്ളത് നമ്മൾ 15-ും 16-ഉം വാക്യം നമ്മൾ ചിന്തിച്ചു. ഈർഷ്യയും കളക്കവും ഉള്ളിടത്ത് സകല ദുഷ്ടതയും ഉണ്ട്. ഇനി ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്താണ്? അത് ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവുമില്ലാത്തതുമാകുന്നു. അപ്പം ഇതാണ് ദൈവത്തിൽ നിന്നുള്ള ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. നമ്മൾ സാഠ്യത്താലോ ദുരോപമാനത്താലോ ഒന്നും ചെയ്യാതെ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ അനുഭവത്തിൽ ഉണ്ടായിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന 10 ഗുണങ്ങളാണ് ഇവിടെ നമ്മൾ യാക്കോബ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 10:12 നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ 10:12 വാക്യം. ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചോ. 2 തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊഴിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ, അത് ഇച്ചിരി പ്രയാസമുള്ള വാക്യം. അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ, തങ്ങളെ തന്നെ പ്രയാസം, തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട്. ഓക്കെ, അത് നമുക്ക് തങ്ങളെ തന്നെ ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പ് സിസ്റ്റം, അത് ഞാൻ എന്നെ തന്നെ ഉയർത്തുകയാണ്. തങ്ങളെ തന്നെ ശ്ലാഘിക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്യും? സത്യത്തിന് വിരോധമായി ചിലപ്പം സംസാരിക്കും. അപ്പം അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല. ഉണ്ടോ? അപ്പം അങ്ങനെയുള്ളവരോടുകൂടി പൗലോസ് ചേരുവാനോ അവരോടുകൂടി ഒരുമിച്ച് താരതമ്യം ചെയ്യുവാനോ പൗലോസ് ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇത് ദൈവികമല്ല എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അത് ഫിനിഷ് ചെയ്തോ അങ്ങ്.
നടക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. ഉണ്ടോ? അപ്പം ഇവർക്ക് തിരിച്ചറിവില്ല. അവർ തങ്ങളെ തന്നെയാണ് ഉയർത്തുന്നത്, തങ്ങളെ തന്നെയാണ് പൊക്കുന്നത്, തങ്ങളെ തന്നെയാണ് ശ്ലാഘിക്കുന്നത്. ഇതുപോലെയുള്ള നേതാക്കന്മാരും ഇതുപോലെയുള്ള ആൾക്കാരും ഇന്ന് ആത്മീയ ഗോളത്തിലുണ്ടാവും. അപ്പം ആ പൗലോസ് പറയുന്ന അവരോട് ഞങ്ങൾ യോജിക്കുന്നില്ല, ഞങ്ങളെ അവരോട് താരതമ്യവും ചെയ്യരുത്. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അനുകാരിയായി ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകണം. അപ്പം അത് പറയുവാനുള്ള പ്രാഗൽഭ്യം ഇന്ന് റിയലി ക്രിസ്തീയ ഗോളത്തിൽ ഒരു നേതാക്കന്മാർക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്കെതിരെ വിരൽ ചൂണ്ടുവാനുള്ള അവസരം കൊടുക്കാത്ത രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഞാൻ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കണം എന്നല്ല പൗലോസ് പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്നാണ് കർത്താവ് പൗലോസ് പഠിപ്പിച്ചത്. അതിനുള്ള ചങ്കൂറ്റം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരുന്നത്. അപ്പം നമ്മൾ ഈ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? നിർമ്മലമായിരിക്കണം നമ്മുടെ എന്ന് പറഞ്ഞാൽ ശുദ്ധ മനസ്സാക്ഷി നമുക്കുണ്ടായിരിക്കണം. സമാധാനപ്രിയർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നമ്മൾക്കുള്ള അനുസരണമുള്ളവർ, അമ്മയപ്പന്മാരെ അനുസരിക്കുകയും നേതാക്കന്മാരെ പാസ്റ്റർമാരെ അനുസരിക്കുകയും മറ്റുള്ള ആൾക്കാരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കരുണയുണ്ടായിരിക്കണം. ഈ കരുണ നമുക്ക് നല്ല സമറിയക്കാരൻ്റെ ആ നല്ല കഥയിൽ നമുക്കറിയാം. യാതൊരു ബന്ധവുമില്ലായിരുന്നിട്ടും അവന് വേണ്ടി തൻ്റെ ഭണ്ഡാരം തുറന്ന് തൻ്റെ എണ്ണ ഒഴിച്ച് തൻ്റെ വസ്ത്രമെടുത്ത് അവനെ ക്ഷേത്രത്തിൽ കൊണ്ടാക്കി ഇനിയും വല്ലതും ചിലവായ ഞാൻ അവന് വേണ്ടി കൊടുക്കാൻ തക്കവണ്ണം കരുണ കാണിക്കുന്ന അനുഭവം. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെന്തോ ചെയ്യണം? കരുണയും സൽഫലം എന്ന് പറഞ്ഞാൽ നല്ല നീതിഫലം ഞാൻ അതിൻ്റെ ദീർഘത്തിലേക്ക് പോകുന്നില്ല, കാരണം നമ്മുടെ ടൈം ആയതുകൊണ്ട്. നീതിഫലം നിറഞ്ഞവരായിരിക്കണം. പക്ഷം പിടിക്കുന്നവരാകരുത്. ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ പക്ഷപാതപ്രകാരവും കപടമായി എൻ്റെ നിലനിൽപ്പിന് വേണ്ടി കപടഭാവം അല്ലെ അഭിനയിക്കുന്നവരായിരിക്കില്ല. നമ്മളെന്തോ ചെയ്യണം? സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പം ഇതാണ് 2 തരത്തിലുള്ള ജ്ഞാനം നമ്മൾ പഠിച്ചു. ഒന്ന് ലോകത്തിൽ നിന്നുള്ള ജ്ഞാനം എന്താണ്, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം എന്താണ്, ഇത് രണ്ടിൻ്റെ ഫലം എന്താണ്, ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളത് ആണ് യാക്കോബ് നമ്മളെ പഠിപ്പിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. ഈ പറഞ്ഞ ദൈവിക ജ്ഞാനം പ്രാപിച്ച് ലോകത്തിൻ്റെ ജ്ഞാനത്തെ അല്ലെ ലോകത്തിൻ്റെ അറിവിന് അപ്പുറം ദൈവിക ജ്ഞാനവും ദൈവിക കൃപകളും ദൈവത്തിൻ്റെ ഈ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ഓരോരുത്തരായി പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ് നിർത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരായി പ്രാർത്ഥിക്കും.